സേതുലക്ഷ്മി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ വോട്ട് രേഖപ്പെടുത്താനായി കേസരി വാർഡ് 21 എത്തിയിരിക്കുകയാണ്. പോളിംഗ് സ്റ്റേഷൻ 1 എത്തിയിരിക്കുകയാണ്. അദ്ദേഹം കുടുംബസമേതമാണ് എത്തിയിരിക്കുന്നത്. ഭാര്യയും മകൾക്കും ഒപ്പമാണ് പ്രതിപക്ഷ നേതാവും വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുന്നത്. ചെറിയൊരു ക്യൂ ഉണ്ട്. എന്നാലും ക്യൂവിൽ നിന്ന ശേഷമാകും പ്രതിപക്ഷ നേതാവ് വോട്ട് രേഖപ്പെടുത്തുക. ഇവിടെ പോളിംഗ് സ്റ്റേഷൻ 1 കേസരി കോളേജിലാണ് ഈ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത്. പ്രതിപക്ഷ നേതാവും ഭാര്യയും മകളുമാണ്. രാവിലെ 7 മണിക്ക് തന്നെ വോട്ട് ചെയ്യാൻ പ്രതിപക്ഷ നേതാവ് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃത്യം ആ സമയത്ത് തന്നെ എത്തി. പക്ഷേ ഇവിടെയുള്ള കുറച്ച് ആളുകൾ, വോട്ടർമാർ അതിലും ഊർജ്ജത്തോടു കൂടി പ്രതിപക്ഷ നേതാവിനേക്കാൾ മുമ്പിലെത്തി വോട്ട് രേഖപ്പെടുത്തി പോയിരിക്കുന്ന ആളുകളും ഉണ്ട്. ഇവിടെ സ്ത്രീകളുടെ ഒരു ക്യൂ ഉണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഒരു ക്യൂ ഉണ്ട്. 2 ക്യൂവിലുമായി പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാര്യയും മകളും ഈ ഓരോ ക്യൂവിലുമായി നിൽക്കുകയാണ്. ഈ കുറച്ച് പേർ കൂടി വോട്ട് ചെയ്ത ശേഷമാകും ഇവർക്ക് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുക. ഇപ്പോൾ ഇവർ ക്യൂവിൽ തുടരുകയാണ്. അതിനുശേഷം പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ്. ആ ഒരു മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം ഇന്ന് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട എല്ലാ ഇടങ്ങളിലും പോയി പ്രചാരണത്തിന് പോയി വോട്ട് പരമാവധി UDFന് ഉറപ്പാക്കിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയത്, മണ്ഡലത്തിലേക്ക് തിരിച്ചെത്തിയത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇവിടെ വോട്ട് രേഖപ്പെടുത്താനായി എത്തിയിരിക്കുകയാണ്.